ഹായ് ഹലോ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഞാൻ കേരളത്തിലെ അമ്പലത്തിലേ പോയിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലൊരു അമ്പലത്തിൽ പോകുന്നത്. അതും കോയമ്പത്തൂരാണ്. അവിടുത്തെ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, വലിയതായിരിക്കും, കളർഫുള്ളായിരിക്കും, ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അവിടുത്തെ അമ്പലങ്ങൾ. അങ്ങനെ കാണാനൊരവസരം കിട്ടിയപ്പോൾ ചാടി കയറി പോവാട്ടോ. കണ്ടില്ലേ, കയ്യിൽ പൂവും തലയിൽ പൂവും ഒക്കെ വെച്ച് പോവാണ്. ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉള്ളിലെ ആഗ്രഹങ്ങൾ സഫലമാവുമ്പോൾ കത്തിക്കുന്നതാണെന്ന്. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതോ, ഇത് കണ്ടില്ലേ, നമ്മളെ അമ്പലത്തിലൊക്കെ പൂജാരിമാരല്ലേ തേങ്ങ ഉടക്കി അതും കല്ലിൽ വെച്ചിട്ട് ഇത് ക്യാഷ് വാങ്ങി പോക്കറ്റിലിട്ട് വെട്ട് കത്തി വെച്ചിട്ടാണ്. അത് അവരുടെ ആചാരങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു വിശ്വാസമല്ലേ. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞൊരു ചേച്ചി. അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം പോക്കറ്റിലിട്ടിട്ട് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഇത്. ഇതെന്ന് പറയുമ്പോൾ കണ്ടോ, വലിയൊരു പ്രതിമ നമ്മുടെ കേരളത്തിലുണ്ടാവുമോ ഇപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും തൊഴുത് താഴെ കുങ്കുമം ഭസ്മം ചന്ദനം ഒക്കെ ഇട്ടപ്പോൾ ഞാനും അത് പോയി ഒന്ന് തൊട്ടു. ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഇവിടെ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പുറത്തായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ കണ്ടോ, ഒരുപാട് ചെറുനാരങ്ങ. ഇതെന്താണെന്ന് ശരിക്കൊന്ന് നോക്കിയപ്പോഴാണ് അവിടെ ആടിനെ വെട്ടുന്നുണ്ട്, കോഴിയെ വെട്ടുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരുമാതിരി എന്തോ ഒരു ഫീലായിട്ട് തോന്നി. പിന്നെ ഒരുപാട് ടൈമായപ്പോൾ വേഗം പോവാന്ന് വിചാരിച്ചു. വിശന്നിട്ട് കണ്ണൊന്നും കാണാത്ത രീതിയായിപ്പോയി. നടന്നു പോകുമ്പോൾ ഒരു 3 പേരെ ഞാൻ കണ്ടു. നോക്കണം കേട്ടോ. കണ്ടപ്പോൾ കണ്ടില്ലേ, കണ്ടോ. ഇത് കണ്ടപ്പോൾ ഓവർ നിൽക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വരാന്തയിലൂടെ നടന്നു പോകുമ്പോഴാണ് കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. നമ്മൾ കേരളത്തിലെ പോലെയല്ല അവിടുത്തെ പൂജ. ഓരോ സാധനങ്ങൾ വ്യത്യാസമായിരിക്കുമല്ലോ. അങ്ങനെ ഇതും കണ്ട് മെല്ലെ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി. കണ്ടോ, പോവാണ് കേട്ടോ. ഞാൻ അവിടുത്തെ വീടുകളോ അങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല, കാരണം അവർക്ക് അത് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീട് എടുത്തിട്ടില്ല. ഞാൻ വീടിൻ്റെ പരിസരങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് വീടിൻ്റെ തൊട്ട്, ഞാനിപ്പോൾ ആ വീട്ടിലെ മുൻപിൽ നിന്നിട്ടാണ് എടുത്ത് കാണിക്കണത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ.